Good afternoon. Good afternoon to all. Okay. Apa nanti lihat kelas itu? Nice. Yes. Next chapter തുടങ്ങുകയാണ്. Operation Theatre. Chapter 12. Operation Theatre. OP. കേൾക്കുന്നുണ്ടോ? Yes. എന്താണ് Operation Theatre? OT. അല്ലെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഉള്ളിലൊരു എന്താണ് ഹാപ്പിനെസ് ആണോ തോന്നുന്നത്? അല്ല, ഒരു ടെൻഷനുള്ള ഒരു ഏരിയയുമാണ്. എന്നാൽ എന്താ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആണല്ലേ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? ഇൻട്രൊഡക്ഷൻ നോക്കാം. An operation theatre is a place where certain intrusive surgical procedures, which means operations that involve cutting into and working inside a patient's body, take place. This may contain either minimally invasive procedures such as keyhole surgery, the cameras and laparoscope are inserted through small incisions, or open surgery, where surgeons make larger cuts to reach the internal organs, and robot-assisted surgery allows surgeons to perform certain procedures through small incisions. Operation theatre is otherwise known as OR, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂംസ്. എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ? ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ് ഫോർ സർട്ടൻ ഇൻട്രൂസീവ് സർജറിക്കൽ പ്രൊസീജിയേഴ്സ്, അല്ലേ? സർജറിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഒരു പ്ലേസ് ആണ് എന്ത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ശസ്ത്രക്രിയകൾ, വിവിധ തരത്തിലുള്ള ശസ്ത്രക്രിയകൾ നടക്കുന്ന ഒരു പ്ലേസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ് തിയേറ്ററിൽ സർജറിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്? ഒരു രോഗിയുടെ ശരീരം മുറിച്ച് അതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങള് നിരീക്ഷിക്കുക, അല്ലെങ്കിൽ അതിനകത്തെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഒരു ഓപ്പറേഷൻ തിയേറ്ററില് സർജന്മാര് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇൻട്രൂസീവ് എന്ന് വെച്ചാൽ നുഴഞ്ഞു കയറുക, അതായത് ഒരു ബോഡിയുടെ, ഒരു രോഗിയുടെ ശരീരത്തിലേക്ക് മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ആ പ്രൊസീജിയർ ചെയ്യുന്നതിനെയാണ് എന്താ ഇൻട്രൂസീവ് സർജറിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രോഗിയുടെ ശരീരത്തില് മുറിവുകൾ ഉണ്ടാക്കി അതിനകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമ്മള്
ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സർജറിക്കൽ പ്രൊസീജിയേഴ്സ് രണ്ട് രീതിയിലാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് കീ ഹോൾ സർജറി, ദെൻ ഓപ്പൺ സർജറി. എന്താണ് കീ ഹോൾ സർജറി എന്ന് പറഞ്ഞാൽ? ദിസ് മേ കണ്ടെയ്ൻ ഐദർ മിനിമലി ഇൻവാസീവ് പ്രൊസീജിയേഴ്സ് സച്ച് ആസ് കീ ഹോൾ സർജറി, അല്ലെ, താക്കോൽധാര ശസ്ത്രക്രിയ. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ കീ ഹോൾ സർജറി? യെസ്, അതായത് നമ്മുടെ ശരീരത്തില് ചെറിയ ഇൻസിഷൻസിന്, അല്ലെ, മുറിവുകൾ ഉണ്ടാക്കിയതിനു ശേഷം ഏകദേശം 1 സെന്റിമീറ്ററോ 1/2 സെന്റിമീറ്ററോ വലിപ്പമുള്ള ചെറിയ ചെറിയ ഇൻസിഷൻസ്, മുറിവുകൾ ഉണ്ടാക്കി അതിൽ കൂടി എന്താണ്, ഒരു മുറിവിൽ കൂടി ക്യാമറ റിസോഴ്സസും ദെൻ ലാപ്രോസ്കോപ്പും ദെൻ അതർ ലൈഫ് റിസോഴ്സസ് ഒക്കെ കടത്തി വിട്ടുകൊണ്ടാണ് ഈ ഒരു കീ ഹോൾ സർജറി നടത്തപ്പെടുന്നത്. അതായത് ശരീരത്തിൽ 1 സെന്റിമീറ്ററോ 1/2 സെന്റിമീറ്ററോ വലിപ്പമുള്ള ചെറിയ 3-4 മുറിവുകൾ ഉണ്ടാക്കുന്നു. ആ മുറിവിൽ കൂടിയാണ് എന്ത് ലാപ്രോസ്കോപ്പും അതുപോലെ തന്നെ ക്യാമറ ലൈഫ് റിസോഴ്സ് ഒക്കെ കടത്തി വിട്ടുകൊണ്ടാണ് കീ ഹോൾ സർജറി നടത്തപ്പെടുന്നത്. The cameras and laparoscope are inserted from small incisions. Then in open surgery എന്ന് പറഞ്ഞാൽ എന്താണ്? Open surgery where surgeons make larger cuts to reach the internal organs. അല്ലെ, ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ സർജറി എന്തായിരിക്കും? ഓപ്പൺ സർജറി എങ്ങനെയാണ് ചെയ്യുന്നത്? വലിയ മുറിവുകളായിരിക്കും, അല്ലെ, വലിയ മുറിവുകളായിരിക്കും, അല്ലെ, നമ്മുടെ ഓർഗൻസിലെ വലിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് ഓപ്പൺ സർജറി പോസിബിൾ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലുള്ള മറ്റൊരു സർജറിയാണ് എന്താ? റോബോട്ട് അസിസ്റ്റഡ് സർജറി. റോബോട്ടിക് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന സർട്ടൻ പ്രൊസീജിയേഴ്സ് ആണ് എന്ത്? റോബോട്ടിക് അസിസ്റ്റഡ് സർജറീസ്. അതും എങ്ങനെയാണ്? സ്മോൾ ഇൻസിഷൻസ്, ചെറിയ മുറിവുകൾ കൂടിയാണ് റോബോട്ടിക് അസിസ്റ്റഡ് സർജറി ചെയ്യുന്നത്. ഓക്കെ, കീ ഹോൾ സർജറി ഏതൊക്കെ സിറ്റുവേഷനിലാണ് കീ ഹോൾ സർജറി ചെയ്യുന്നത്? അറിയാമോ നിങ്ങൾക്ക്? കീ ഹോൾ സർജറി എന്ന് പറയുന്നത് ചെറിയൊരു മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ, അല്ലെ, ചെറിയൊരു പ്രൊസീജിയർ ആണ്. എന്തിനൊക്കെയായിരിക്കാം കീ ഹോൾ സർജറി പോസിബിൾ ആവുന്നത്? യെസ്, അപ്പൻഡിക്സ്, അതുപോലെ എന്താണ് കിഡ്നി സ്റ്റോൺസ്, അതുപോലെ എന്താണ് ഇതെന്തൊക്കെയാണ്? യെസ്, ഇപ്പൊ നമ്മള് ഇപ്പൊ എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് കീ ഹോൾ സർജറി 2 ടൈപ്സില് പ്രധാനമായും ചെയ്യും. ഒന്ന് അഡ്വാൻസ് ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി, ദെൻ എന്താണ് ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി. കേട്ടോ, ഒന്നാമത്തത് എന്താണ്? അഡ്വാൻസ് ലാപ്രോസ്കോപ്പിക് സർജറി. അഡ്വാൻസ് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ എന്തൊക്കെയാ വരുന്നത്? പ്രഗ്നൻസി ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ആ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നല്ലേ. ട്യൂബർ പ്രഗ്നൻസി, അതുപോലെ തന്നെ പിന്നെ എന്താണ് ലിവർ റീസെക്ഷൻ, അല്ലെ, ലിവർ റീസെക്ഷൻ ചെയ്യുന്നത്. ദെൻ യൂട്രസ് റിമൂവൽ, അതൊക്കെ എന്താണ് അഡ്വാൻസ്ഡ് കീ ഹോൾ സർജറിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. യൂട്രസ് റിമൂവല്, പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്നത്, എന്താണ് ആ ഫാലോപ്പിയൻ ട്യൂബുകൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് അഡ്വാൻസ് കീ ഹോൾ സർജറിയിൽ ഉൾപ്പെടുന്നവയാണ്. ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ എന്തെല്ലാം ഉൾപ്പെടും? ബേസിക് ലാപ്രോസ്കോപ്പിയില് ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ, അറിയാതിരിക്കാൻ വേണ്ടി പറഞ്ഞോളൂ. സിസ്റ്റ് റിമൂവ് ചെയ്യുന്നത്, അല്ലെ, സിസ്റ്റ് റിമൂവൽ, ഓവറിയിലെ സിസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സർജറീസുകൾ, ഓവറിയൻ സിസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നതൊക്കെ ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, ദെൻ റോബോട്ടിക് സർജറിയിലോ? റോബോട്ടിക് അസിസ്റ്റഡ് സർജറിയിൽ എന്തൊക്കെയാണ് വരുന്നത്? റോബോട്ടിക് അസിസ്റ്റഡ് സർജറി
കേൾക്കുന്നില്ല നിങ്ങള്? യെസ്. റോബോട്ടിക് അസിസ്റ്റഡ് സർജറിയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് സർജറി വരുന്നുണ്ട്? ന്യൂറോ സർജറി, ജനറൽ സർജറീസ്, ദെൻ പീഡിയാട്രിക് സർജറീസ്. ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. റോബോട്ടിക് സർജറിയിൽ വരുന്നത് ന്യൂറോ സർജറി, പീഡിയാട്രിക് സർജറി, ദെൻ ജനറൽ സർജറി. യെസ്. റോബോട്ടിക് സർജറിയിൽ ഉൾപ്പെടുന്നവയാണ് ന്യൂറോ സർജറി, പീഡിയാട്രിക് സർജറി, ജനറൽ സർജറി. ന്യൂറോ സർജറി, ജനറൽ സർജറി, പീഡിയാട്രിക് സർജറി. ഇവയൊക്കെ റോബോട്ടിക് സർജറീസ് ആണ്. റോബോട്ടിക് സംവിധാനങ്ങളുടെ ആ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തില് സർജറീസുകൾ നടത്തപ്പെടുന്നത്. അപ്പൊ എന്താണ് ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചിട്ട് സർജറി ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്തായിരിക്കാം? റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടോ റോബോട്ടിക് ഉപയോഗിക്കുമ്പോൾ? യെസ്, ലോ റിസ്ക് ആണ് അല്ലെ. റെഡ്യൂസ്ഡ് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പിന്നെന്താണ്? റെഡ്യൂസ്ഡ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ബ്ലീഡിങ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഫാസ്റ്റർ റിക്കവറി അല്ലെ, ഫാസ്റ്റ് ആയിട്ട് തന്നെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് റോബോട്ടിക് അസിസ്റ്റന്റ് സർജറി മൂലം ഉണ്ടാവുന്നത്? റെഡ്യൂസ്ഡ് ബ്ലീഡിങ്, ദെൻ faster recovery, then reduced complications or risk. Then റെസ്റ്റ് കുറവായിരിക്കും അല്ലെ. ഒരുപാട് റെസ്റ്റ് ഒന്നും ഈ സർജറിക്ക് ശേഷം എടുക്കേണ്ടത് വരില്ല. അപ്പൊ കീ ഹോൾ സർജറിയിലും അത് തന്നെയാണ് അല്ലെ. എത്രയും പെട്ടെന്ന് ആ മുറിവുകൾ ഉണങ്ങുന്നത് തന്നെ പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലില് വിട്ടു പോകാനും അത്തരത്തിലുള്ള പേഷ്യൻസിന് സാധിക്കുന്നു. ദെൻ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ എന്താണ് പേഷ്യന്റ് കോൺഷ്യസ് ആവുകയും വേദന കുറവായ സർജറി അല്ലേ കീ ഹോൾ സർജറി അറിയും. അപ്പൊ പെട്ടെന്ന് തന്നെ പേഷ്യൻസിന് റിക്കവർ ആവാനുള്ള ചാൻസസും ഇത്തരത്തിലുള്ള സ്മോൾ ഇൻസിഷൻ സർജറീസില് എല്ലാ പേഷ്യൻസിനും അത്തരത്തിലുള്ള സർജറീസ് നടത്തുമ്പോൾ പേഷ്യൻസ് എത്രയും പെട്ടെന്ന് തന്നെ റിക്കവർ ആവാനായിട്ട് സാധിക്കും. ഓപ്പൺ സർജറീസിലാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസും റിസ്കുകളൊക്കെ അടങ്ങിയിരിക്കുന്നത് ഓപ്പൺ സർജറിയിലാണ്. ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നു? ബൈപ്പാസ് സർജറി, സിസേറിയൻ, ഇത്തരത്തിലെ വലിയ സർജറീസിലാണ് ഓപ്പൺ സർജറിയില് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. മറ്റെന്തൊക്കെ അറിയാം നിങ്ങൾക്ക് ഓപ്പൺ സർജറിയുടെ എക്സാമ്പിൾ ആയിട്ട്? ബൈപ്പാസും സിസേറിയനും അല്ലാതെ അപ്പൻഡക്ടോമി, ഓക്കെ. ഹെഡ് ഇഞ്ചുറീസിന്റെ ഹെഡ് ഇഞ്ചുറീസിന് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റുന്ന സമയത്തുള്ള സർജറീസ് ഒക്കെ എന്താണ് ഓപ്പൺ സർജറീസിൽ ഉൾപ്പെടുത്തുന്നവയാണ്. ഹെർണിയ, കാർഡിയാക് സർജറി എന്നാണ് ബൈപ്പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഓപ്പൺ സർജറിയുടെ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഓപ്പൺ സർജറി, സ്പൈനൽ സർജറി, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസ് എല്ലാരും ഓപ്പൺ സർജറീസിൽ ഉൾപ്പെടുന്നവയാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ നോക്കി ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് നോക്കി. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? place for certain intrusive surgical procedure, which means operation that involve cutting into and working inside a patient's body take place. രോഗിയുടെ ശരീരത്തിനകത്തേക്ക് മുറിവുകൾ ഉണ്ടാക്കി നടക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനമായിട്ട് നടക്കുന്ന സർജറിക്കൽ പ്രൊസീജിയേഴ്സുകൾ. പ്രധാനമായും 3 ടൈപ്പിലാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? കീഹോൾ സർജറി, ഓപ്പൺ സർജറി ആൻഡ് റോബോട്ട് അസിസ്റ്റഡ് സർജറി. മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ ആണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് കീഹോൾ സർജറി നടത്തപ്പെടുന്നത്.
ദെൻ ആ ചെറിയ മുറിവുകളിൽ കൂടി ക്യാമറ ആക്സസും ലൈറ്റ്സും ലാപ്രോസ്കോപ്പും കയറ്റി വിട്ടുകൊണ്ടാണ് ആ സർജറി നടത്തപ്പെടുന്നത്. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? സർജറിയോ സർജൻസ് മേക്ക് ലാർജർ കട്ട്സ് ടു റീച്ച് ദ ഇന്റേണൽ ഓർഗൻസ് അല്ലെ. വലിയ മുറിവുകളിലൂടെ ഉണ്ടാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഓപ്പൺ സർജറിയിലെ സർജൻസ് കാഴ്ചവെക്കുന്നത്. റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താണ്? റോബോട്ടിക് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർജറിയാണ് എന്ത്? റോബോട്ട് അസിസ്റ്റഡ് സർജറി. അവിടെയും എങ്ങനെയാണ്? സ്മോൾ ഇൻസിഷൻസ് ആണ്, ചെറിയ മുറിവുകളിലൂടെയാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറിയും നടത്തപ്പെടുന്നത്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ ഇസ് അതർവൈസ് നോൺ ആസ് OR റൂം. എന്താണ്? OR ഓപ്പറേറ്റിംഗ് റൂംസ്. ഓപ്പറേഷൻ തിയേറ്ററിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, OTA മറ്റൊരു പേരിൽ അറിയുന്നതാണ് എന്ത്? OR, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി ഒരു OR എൻവയോൺമെന്റ് എങ്ങനെയാണ്? ഒരു OR പരിസ്ഥിതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുന്നത്? സർജൻസ് എന്താണെന്നോ? സർജൻ ആരാണ്? ഡോക്ടേഴ്സ്. ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സിന് പറയുന്നതാണ് സർജൻ. ഇൻവാസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നുഴഞ്ഞുകയറുക, ശരീരത്തിലേക്ക് വലിയ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെ ഇൻട്രൂസീവ് എന്ന് പറയുന്നത്, ഇൻവാസീവ് എന്ന് പറയുന്നത്. ഇനി OR എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കാം? ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ്സ്. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ് ആണ്. എന്താണ് ജേം ഫ്രീ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല്? അണുവിമുക്തമായ അന്തരീക്ഷം അല്ലെ. ജേം ഫ്രീ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കണം ഒരു ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് അല്ലെ. വളരെ ക്ലീൻ ആയിരിക്കണം, ജേം ഫ്രീ ആയിരിക്കണം. യാതൊരു വിധത്തിലുള്ള ജേംസുകളോ അഴുക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കരുത്. ഫുള്ളി എങ്ങനെയായിരിക്കണം? ഫുള്ളി ക്ലീൻ എൻവയോൺമെന്റ് ആയിരിക്കണം ഒരു ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ germ-free environment. All personnel should wear protective clothing, named scrubs, as well as shoe covers, masks, caps, eye shields, and other covering to prevent the spread of germs. എന്താണ് ഓൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവർത്തിക്കുന്നവർ അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവർത്തിക്കുന്നവരൊരു എന്താണ് പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് വെയർ ചെയ്തിരിക്കണം. എന്താണ് പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാല്? യെസ്, പ്രൊട്ടക്റ്റീവ് കിറ്റ്സുകൾ അല്ലെ. എന്തൊക്കെയാണ്, എന്തൊക്കെ ഉൾപ്പെടുന്നു? നമ്മളൊന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒന്ന് ആലോചിച്ച് നോക്കുക. മനസ്സിൽ അവിടെയുള്ള ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്? എന്തൊക്കെയാണ് അവരിടുന്നത്? എന്തൊക്കെ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സുകളാണ്? ഷൂ കവേഴ്സ്, മാസ്കുകള്, ക്യാപ്സ്, ഐ ഷീൽഡ്, അതർ കവറിംഗ് പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജെംസ് അല്ലെ. നമ്മൾ കണ്ടിട്ടില്ലേ പച്ച കളറിലെ ക്യാപ്പ്, അതിൽ പച്ചയോ വെള്ളയോ, പിന്നെന്താണ് പ്രത്യേക തരത്തിലുള്ള ഷൂസുകള്, ഷൂ കവേഴ്സ്, ഐ ഷീൽഡുകള് കണ്ണില്, മാസ്ക്. അവരുടെ ഡ്രസ്സിങ് തന്നെ എന്താണ് പുറകിലേക്ക് കെട്ടുന്ന തരത്തിലുള്ള ഒരു ഗൗൺ പോലത്തെ ഡ്രസ് ആയിരിക്കും അല്ലെ. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കും അവരിടുന്നത്. ഓക്കെ, ഗ്ലാസ് ഉണ്ടായിരിക്കും, ഗൂഗിൾസ് ഉണ്ടായിരിക്കും. ചിലരിലെ ഗൂഗിൾസ് എന്താണ് കണ്ണിട വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം തന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് ആണ് അല്ലെ. പ്രൊട്ടക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയേഴ്സ് ആണ് എന്താ? ഈ ഷൂസ്, കവർ, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ്സുകളൊക്കെ അതെല്ലാവരും തന്നെ അത് ഒരേപോലെ തന്നെ ഉപയോഗിച്ചിരിക്കണം. Operating should be luminous. Operating room should be luminous and the temperature should be very cold. ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്?
ലൂമിനസ് ആയിരിക്കും. ലൂമിനസ് എന്താണ്? വളരെ തിളക്കമാർന്ന റൂം ആയിരിക്കും അല്ലെ, ഭയങ്കര ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റിനിങ് ഉള്ള ഒരു റൂം ആയിരിക്കും എന്ത്? ലൂമിനസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ തിളക്കമാർന്ന റൂം ആയിരിക്കും ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? വെരി കൂൾ ആയിരിക്കും, എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, AC ഉണ്ടായിരിക്കും. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷണർ. എന്തിനു വേണ്ടിയാണ് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്? ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. എന്താണ്? ഓപ്പറേഷൻ ട്യൂബുകളില് AC ഉണ്ടായിരിക്കും. AC എന്തിനാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? To help prevent infection through bacterial filtration system. അല്ലെ, ഓപ്പറേഷൻ റൂമുകളില് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അണുബാധ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ എന്തിനാണ്? To help prevent infection through bacterial filtration system. ഓപ്പറേഷൻ റൂമുകളിലെ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെയുള്ള അണുബാധ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷനിങ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് OR എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? OR പരിസ്ഥിതി എങ്ങനെയാണ്? ഓപ്പറേറ്റിംഗ് റൂംസ് ആർ എങ്ങനെയുള്ള റൂമുകളാണ്? ജേം ഫ്രീ എൻവയോൺമെന്റ്സ്. അണുവിമുക്തമായ അന്തരീക്ഷമാണ് ഒരു ഓപ്പറേഷൻ എൻവയോൺമെന്റിന്റേത്. അവിടെ എന്തൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയറുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം? ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിം സ്ക്രബുകൾ, then shoe covers, mask, caps, then eye shield and other covering prevent the spread of germs. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? യാതൊരു വിധത്തിലും അണുക്കൾ പകരാതിരിക്കാൻ, ജംസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സുകള് നമ്മള് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, okay. Then operating room should be luminous and temperature should be very cool. Operation roomന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? വെരി കൂൾ ആയിരിക്കും അല്ലേ? കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം അവിടെ നിലനിർത്തേണ്ടത്. ഓപ്പറേറ്റിംഗ് ഷുഡ് ബി എയർ കണ്ടീഷൻ ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ. അല്ലെ, എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂമുകളായിരിക്കും, AC ഉള്ള റൂമുകളായിരിക്കും. അവിടെ ടെമ്പറേച്ചർ വെരി കൂൾ ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഓപ്പറേഷൻ റൂമുകളിലെ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെയാണ് അണുബാധ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ടീരിയൽ ഫിൽട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, OR എൻവയോൺമെന്റ് ക്ലിയർ ആണോ? യെസ്. എന്തൊക്കെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മള് എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ മെയിൻ പ്രൊസീജിയർ എന്താണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് സർജറി ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ പിന്നെ എന്താണ് ഓപ്പറേഷൻ റൂമിന്റെ അതർ നമ്മള് മറ്റൊരു പേര് പറയുന്നത് എന്താണ്? OR റൂംസ് അല്ലെ, ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ് OR എൻവയോൺമെന്റിന്റെ പ്രത്യേകത എന്താണ്?
ജേം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അവിടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വേസ്റ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. ഓപ്പറേഷൻ റൂം എന്ന് പറഞ്ഞാല് ടെമ്പറേച്ചർ വളരെ സ്പീഡ് കൂടുതലാണോ? ഓക്കെ, സ്പീഡ് ഓർക്കാം. ഓപ്പറേറ്റിംഗ് റൂമിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് വളരെ കൂളാണ് അല്ലെ. ലൂമിനസ് ആയിട്ടുള്ള റൂമുകളായിരിക്കും, വളരെ തിളക്കമാർന്ന റൂമുകളായിരിക്കും തിയേറ്ററിന്റേത്. എയർ കണ്ടീഷനിങ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്? To help prevent infection through bacterial filtration system. Okay. ഇൻട്രൊഡക്ഷൻ ഭാഗത്തോ OR എൻവയോൺമെന്റിലോ എന്തെങ്കിലും സംശയം ഉണ്ടോ? എല്ലാവർക്കും സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണോ കേട്ടോ. യെസ്, ഇനി നമുക്ക് OR എക്യുപ്മെന്റ് എന്നാണ് നോക്കാം. OR എക്യുപ്മെന്റ്സ്, ലൂമിനൻസ് എന്ന് വെച്ചാൽ തിളക്കമാർന്ന, ലൂമിനസ് എന്ന് വെച്ചാൽ തിളക്കമാർന്ന കേട്ടോ. നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ ഒന്ന് നിങ്ങളൊന്ന് ഇമാജിൻ, കണ്ടവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവര് ഒന്ന് ഒട്ടും കാണാത്തവരൊന്ന് ഗൂഗിളിലൊക്കെ നോക്കിയാൽ മതി. ഭയങ്കര ബ്രൈറ്റനിങ് ആയിരിക്കും അല്ലെ, ലൈറ്റനിങ്, വളരെയധികം ലൈറ്റനിങ് ഉള്ള സംവിധാനങ്ങളായിരിക്കും ഓപ്പറേഷൻ റൂമിന്റെ അകത്ത് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് വളരെ എന്താണ് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏരിയയാണ് എന്ത് ഓപ്പറേഷൻ റൂം എന്ന് പറയുമ്പോ. വളരെ എന്താണ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നതിനാൽ തന്നെ എന്താണ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റനിങ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെ. 24 hours അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ലൂമിനസ് എന്ന് പറയുന്നത്. തിളക്കമാർന്ന റൂമുമാണ്, അതുപോലെ തന്നെ കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചറുമാണ് അവിടെ നിലനിർത്തുന്നത്. ഐ ഷീൽഡുകളോ, ഷീൽഡുകൾ ഇട്ടില്ലേ, ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഇതൊരു പേഴ്സണൽ എക്യുപ്മെന്റ് ആണ്, തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നതാണ് പ്രൊട്ടക്ഷന് വേണ്ടി കേട്ടോ. OR എക്യുപ്മെന്റ്സ്, ഓപ്പറേഷൻ റൂമിൽ എന്തെല്ലാം എക്യുപ്മെന്റ്സുകളായിരിക്കും പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്? ഓക്കെ, എക്യുപ്മെന്റ്സിൽ എന്താണ്? ഉപകരണങ്ങൾ അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലെ ഉപകരണങ്ങൾ. An operating room has special equipment like എന്താണ്? Respiratory and cardiac support, emergency resuscitative devices, patient monitors, and diagnostic tools, etc. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്? സ്പെഷ്യൽ എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്? ലൈക്ക് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്. എന്താണ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്? യെസ്, എന്താണ്? ശ്വസന ഹൃദയ സപ്പോർട്ട് അല്ലെ. ശ്വാസം നിലനിൽക്കുന്ന സമയത്ത് അല്ലെ ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ഓക്സിജൻ സിലിണ്ടേഴ്സ്, വെന്റിലേറ്റേഴ്സ്, നോട്ട് ചെയ്തോളൂ. ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ തെറാപ്പി, then ventilators, ventilator. അതിനു വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് എയർവേ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് റെസ്പിറേറ്ററി ഉപകരണങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് എയർവേ കിട്ടാൻ വേണ്ടിയിട്ട്, യാതൊരുവിധ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് റെസ്പിറേറ്ററി ഉപകരണങ്ങൾ, കാർഡിയാക് സപ്പോർട്ടിനുള്ള റെസ്പിറേറ്ററി ഉപകരണങ്ങളൊക്കെ കണക്ട് അവിടെ എക്യുപ്മെന്റ്സ് ഓർ എക്യുപ്മെന്റ്സിൽ നിർബന്ധമായി ഉണ്ടായിരിക്കുന്ന സ്പെഷ്യൽ എക്യുപ്മെന്റ്സുകളിൽ ഒന്ന് തന്നെയാണ്. ഇതൊക്കെയാണ് ഓക്സിജൻ സിലിണ്ടേഴ്സ്, വെന്റിലേറ്റേഴ്സ്, കാർഡിയാക് സപ്പോർട്ടിന് എന്തെല്ലാം കൊടുക്കാം? കാർഡിയാക് സപ്പോർട്ടില്
CPR മെഷീൻ അല്ലെ, കാർഡിയോ പൾമോണറി റീസസിയേഷൻ, കാർഡിയോ പൾമോണറി റീസസിക്കേഷൻ മെഷീൻ അല്ലെ, CPR കൊടുക്കുന്നതിന് കാർഡിയോ പൾമോണറി റീസസിയേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് കാർഡിയോ പൾമോണറി കൊടുക്കുന്നത്? ബ്രീത്തിങ് സ്മൂത്ത് ആവുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് CPR കൊടുക്കുന്നത്. ഓക്കെ, മറ്റൊരു ഉപകരണമാണ് എന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് എന്ത്, ഡെഫിബ്രിലേറ്റർ. കേട്ടിട്ടുണ്ടോ ഡെഫിബ്രിലേറ്റർ? ഹാർട്ടിന്റെ പ്രവർത്തനം നിന്ന് പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു ഉപകരണം കണ്ടിട്ടില്ലേ? കട്ടിയുള്ള ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ? നമ്മള് സിനിമയിലെ കണ്ടിട്ടുണ്ടാവും. ഡെഫിബ്രിലേറ്റർ ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്ന് പോകുന്ന സമയത്ത് അല്ലെ, ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. റീസ്റ്റാർട്ട് ഹാർട്ട് ബീറ്റ്. യെസ്, ഡെഫിബ്രിലേറ്റേഴ്സ്. സ്പെല്ലിംഗ് പറയണോ? DEFIBRILLATOR. ഡെഫിബ്രിലേറ്റേഴ്സ്. ഇതെന്താണ്? എമർജൻസി റീസസിറ്റേറ്റീവ് ഡിവൈസ് ആണ് അല്ലെ. എമർജൻസി റീസസിറ്റേറ്റീവ് ഡിവൈസിൽ ഉൾപ്പെടുന്നവയാണ് എന്ത്, ഡെഫിബ്രിലേറ്റർ. DEFIBRILLATOR. DEFIBRILLATOR. ഡെഫിബ്രിലേറ്റർ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ ഒരു ഡിവൈസ്, ആ ഒരു എക്യുപ്മെന്റ് കണ്ടിട്ടുണ്ടോ? ഡെഫിബ്രിലേറ്റേഴ്സ്. കാണാത്തവരൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ, പിക്ചർ കാണാം. എന്തിനു വേണ്ടിയാണ് ഡെഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നത്? ഹാർട്ട് ബീറ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഹാർട്ട് ബീറ്റ്, ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്ന് പോകുമ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഉപകരണം ഉപയോഗിക്കുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെ. ഓക്കെ, വളരെ കട്ടിയുള്ളൊരു ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്ന ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഉപകരണമാണ്. അതിങ്ങനെ നെഞ്ചില് ചെസ്റ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്താണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ഡെഫിബ്രിലേറ്റർ. എഴുതിയോ? നോട്ട് ചെയ്തോ? എന്തൊക്കെയാണ് റെസിപ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ടിൽ വരുന്ന എന്തൊക്കെ ഉപകരണങ്ങളാണ്? ഓക്സിജൻ സിലിണ്ടേഴ്സ്, വെന്റിലേറ്റേഴ്സ്, then CPR, cardiopulmonary resuscitation, cardiopulmonary resuscitation, resuscitation, restoring blood circulation and breathing. CPR കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? restoring blood circulation and breathing. ശ്വസന ഹൃദയ സപ്പോർട്ടേഴ്സ് ആണ് എന്ത്? റെസിപ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എന്ന് പറയുന്നത്. എമർജൻസി റെസിസ്റ്റേറ്റീവ് ഡിവൈസ് എന്തൊക്കെയാണ്? എമർജൻസി റെസിസ്റ്റേറ്റീവ്, അതായത് നമ്മുടെ ലങ്സിന്റെ പ്രവർത്തനങ്ങൾ നിൽക്കുന്ന സമയത്ത് അല്ലെ, ലങ്സിന്റെ പ്രവർത്തനങ്ങൾ ലങ്സ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അല്ലെ. പെട്ടെന്ന്, അതായത് പേഷ്യന്റ് അൺകോൺഷ്യസ് ആവുന്ന സമയത്ത്, പെട്ടെന്ന് എന്താണ് ശ്വാസ തടസ്സം നേരിടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ബോധാവസ്ഥയിലായിരിക്കുന്ന പേഷ്യൻസ് അല്ലെ, ഏത് കാറ്റഗറിയും വരാം. അത്തരത്തിലുള്ള പേഷ്യൻസിനാണ് എന്ത് ഇത്തരത്തിലുള്ള എമർജൻസി ആയിട്ടുള്ള ഡിവൈസസുകൾ ഉപയോഗിക്കുന്നത്. എമർജൻസി റീസസിറ്റേറ്റീവ് ഡിവൈസസ് ആണ് എന്ത്? ഡെഫിബ്രിലേറ്റേഴ്സ്. ഓക്കെ, then patient monitors. എന്താണ് patient monitors? എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് patient monitors?
ഒരു പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരു തിയേറ്ററിൽ മോണിറ്റർ ചെയ്യുന്നത്? അവരുടെ വൈറ്റൽ ആയിട്ടുള്ള സയൻസുകളായിരിക്കും അല്ലെ, വൈറ്റൽ സൈനുകളായിരിക്കും. അതായത് ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, പിന്നെന്താണ് ECG, പിന്നെന്താണ് ബോഡി ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, ഹാർട്ട് ബീറ്റ്. യെസ്, ഇതെല്ലാം തന്നെയാണ് എന്താ പേഷ്യന്റ് മോണിറ്റേഴ്സിൽ അല്ലെ. ഒരു മോണിറ്റർ ഉണ്ടായിരിക്കും പേഷ്യന്റ് മോണിറ്ററിൽ, അതായത് ഒരു TV പോലത്തെ അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന അറിയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന അറിയില്ല. അതിൽ എല്ലാ കാര്യങ്ങളും ഒരു പേഷ്യന്റ് കാര്യങ്ങളായിട്ട് പേഷ്യന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പേഷ്യന്റ് മോണിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? പേഷ്യന്റ് വൈറ്റൽ സയൻസുകൾ കാണിക്കുന്നത്, ഇത് ബയോമെട്രിക്കൽ വാല്യൂസുകൾ വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ബയോമെട്രിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞത് BP, അതുപോലെ തന്നെ എന്താണ് BP, ബ്ലഡ് ടെമ്പറേച്ചർ, ഓക്സിജൻ സാച്ചുറേഷൻ, ഹാർട്ട് റേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആ ഒരു മോണിറ്ററിൽ ഡിസ്പ്ലേയിൽ എന്താണ് ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പേഷ്യന്റ് മോണിറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഓരോ പേഷ്യന്റും പേഷ്യന്റ് മോണിറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പേഷ്യന്റിന്റെ എല്ലാ ബയോമെട്രിക് വാല്യൂസും ആ ഡിസ്പ്ലേ ബോർഡിലായിരിക്കും, ആ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടായിരിക്കും. പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ഇപ്പോഴത്തെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും, എല്ലാ വൈറ്റൽ സയൻസുകളും എന്താണ്, വൈറ്റൽ സൈനുകൾ എന്ന് വെച്ചാൽ സൈനുകൾ, സിഗ്നൽസ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എല്ലാം എന്താണ് ആ ഒരു പേഷ്യന്റ് മോണിറ്ററിലായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എല്ലാത്തിനും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ ഡയഗ്നോസ്റ്റിക് ടൂൾസ്. ഡയഗ്നോസിസ് ടൂൾസിൽ എന്തെല്ലാം ഉൾപ്പെടാം? ഡയഗ്നോസിസ് ടൂൾസുകള് എന്തൊക്കെയാണ്? ഡയഗ്നോസിസ് ടൂൾസുകൾ മറ്റ് എന്തൊക്കെയായിരിക്കാം? പേഷ്യന്റിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഏതൊക്കെ ടൂൾസുകൾ ഉപയോഗിച്ചായിരിക്കാം? സ്കാനർ, തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, പിന്നെന്താണ് പൾസ് ഓക്സിമീറ്റർ, BP അപ്പറാറ്റസ്. അതർ ഡയഗ്നോസിസിന്റെ വേറെ മറ്റ് ടൂൾസുകളൊക്കെ എന്തൊക്കെയായിരിക്കും? പേഷ്യന്റിനെ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് മറ്റ് മെഡിക്കൽ ഇമാജിൻസ് ഉണ്ടായിരിക്കും അല്ലെ. എക്സ്റേ, CT, MRI, എക്സ്റേ, CT, MRI, എക്കോ, അൾട്രാസൗണ്ട്, ലാബ് ടെസ്റ്റ് എല്ലാം തന്നെ ഡയഗ്നോസ്റ്റിക് ടൂൾസുകൾ ഉൾപ്പെടുന്നവയാണ് അല്ലെ. ഇതൊക്കെയാണ് സ്റ്റെതസ്കോപ്പുകൾ ഉൾപ്പെടാം, BP അപ്പറാറ്റസ്, ECG മെഷീൻസ്, എക്സ്റേ, ലാബ് ടെസ്റ്റുകള്, MRI, അൾട്രാസൗണ്ട്, CT, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഡയഗ്നോസിസ് ടൂൾസിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അപ്പോ ഓപ്പറേറ്റിംഗ് റൂമിലെ സ്പെഷ്യൽ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് റൂം ഹാസ് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നവയാ? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്. റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എന്താണ്? ശ്വസന ഹൃദയ സപ്പോർട്ടിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഏതൊക്കെ ഉപകരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ ഉപകരണങ്ങളാണ്? ഏതൊക്കെയാണ് പറഞ്ഞത്? CPR, ഓക്സിജൻ തെറാപ്പി, വെന്റിലേറ്റേഴ്സ്. Yes. Okay. The emergency resuscitative device ഏതാണ്? എമർജൻസി resuscitative device defibrillator അല്ലെ. ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്ന് പോകുന്ന സമയത്ത് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ത്? defibrillator. Okay. Then patient monitors എന്തെല്ലാം ഉൾപ്പെടുന്നു? patient monitors എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ that means recorder and display a
ബയോമെട്രിക്കൽ വാല്യൂസ് ആണ് അല്ലെ, പേഷ്യന്റിന്റെ ബയോമെട്രിക്കൽ വാല്യൂസ് ആണ് മോണിറ്റർ, ആ പേഷ്യന്റ് മോണിറ്റേഴ്സിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്കെ, പൾസസ്. യെസ്, ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് മോണിറ്റേഴ്സിൽ മോണിറ്റർ ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് ടൂളുകൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഡയഗ്നോസ്റ്റിക് ടൂൾസുകൾ ഏതൊക്കെയാണ്? എക്സ്റേ, CT, MRI, അൾട്രാസൗണ്ട്, ലാബ് ടെസ്റ്റസ്, BP apparatus, yes, lab tests, thermometers, stethoscope, അല്ലെ, പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്യുന്ന എല്ലാ ടൂൾസുകളും അതിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പൊ ഈ കാറ്റഗറി ഓഫ് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സുകൾ എവിടെ ഉണ്ടായിരിക്കും? OR എക്യുപ്മെന്റ്സില് പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രധാനപ്പെട്ട സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുന്നവയാണ് എന്തെല്ലാം? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകൾ, എമർജൻസി റിസസിറ്റേറ്ററി ഡിവൈസസുകൾ, പേഷ്യന്റ് മോണിറ്റേഴ്സ് ആൻഡ് ഡയഗ്നോസിസ് ടൂൾസ്. ഈ 4 കാറ്റഗറിയാണ് ഒരു ഓപ്പറേഷൻ റൂമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നവ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ ആ എക്യുപ്മെന്റ്? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്, ഓക്കെ. അടുത്ത് പറയട്ടെ. OR എൻവയോൺമെന്റ്, OR എക്യുപ്മെന്റ്. ഇനി ഏതൊക്കെ സ്റ്റാഫുകളാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നത്? Some of the staffs who works in operating theaters consist of the following. എന്താണ്? തിയേറ്റേഴ്സിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, സ്റ്റാഫുകൾ ആരൊക്കെയാണ്? നോക്കാം. ആരൊക്കെയാണ്? നമുക്കറിയാലേ, കുറച്ചുപേരെയൊക്കെ നമുക്കറിയാം, അറിയാത്തവരുണ്ട് അല്ലെ? യെസ്, സർജൻസ് who perform the operation. ആരാണ് ഓപ്പറേഷൻ തിയേറ്ററിലെ സർജറി പ്രൊസീജിയേഴ്സ് നോക്കുന്നത്, ചെയ്യുന്നത് ആരാണ്? സർജൻസ് അല്ലെ? സർജൻസ് who perform the operation. ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് നോക്കുന്നത് ആരാണ്? സർജൻസ് ആണ് അല്ലെ? ഓക്കെ, ഓപ്പറേഷൻ ചെയ്യുന്നതിനായിട്ട് ഓപ്പറേഷൻ നടത്തുന്ന സർജന്മാർ തിയേറ്ററില് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ആരൊക്കെ ഉണ്ടായിരിക്കും? അനസ്തേഷ്യസിസ്റ്റ് who give anesthetics to restrain pain both before and during the operation. പിന്നെ ആരാണ് ഉണ്ടാവുന്നത്? അനസ്തേഷ്യസിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ? അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അനസ്തേഷ്യ കൊടുക്കുന്നത് എന്തിനാണ്? ആ സർജറിക്ക് മുമ്പ്, ഡ്യൂറിംഗ് ദ ബിഫോറും കൊടുക്കും, ഡ്യൂറിംഗ് ദ ഓപ്പറേഷനും കൊടുക്കും അല്ലെ? സർജറിക്ക് മുൻപും സമയത്തും വേദന നിയന്ത്രിക്കാനായിട്ട് അല്ലെ? വേദന നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? അനസ്തേഷ്യ കൊടുക്കുന്നത്. ഓക്കെ, ആരാണ് ഉണ്ടാവുന്നത്? അനസ്തേഷ്യസ്റ്റ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സർജറിക്ക് മുൻപും സർജറി നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ എന്താണ്? വേദന നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യസ്റ്റുകൾ ഉണ്ടായിരിക്കും. അനസ്തേഷ്യ കൊടുക്കുന്നതിനുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. സർജനോട് പോലെ തന്നെ എന്താണ് അടുത്തത്? അനസ്തേഷ്യസ്റ്റുകളായിരിക്കും തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുക. തിയേറ്റർ നേഴ്സ് ഉണ്ടായിരിക്കും. തിയേറ്റർ നേഴ്സസ് who take care of patients throughout all 4 stages of the operation. എന്താണ്? ഓപ്പറേഷന്റെ 4 ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? നമ്മളത് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഓപ്പറേഷന്റെ 4 ഘട്ടങ്ങളിൽ, പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളിലും പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് തിയേറ്റർ നേഴ്സ് ഉണ്ടായിരിക്കും. ഓപ്പറേഷന്റെ 4 ഘട്ടങ്ങളിലും രോഗികളെ പരിചരിക്കുന്നതിനുള്ള ഒരു തിയേറ്റർ നഴ്സുമാര് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും നോയ്സ് വരുന്നുണ്ടോ?
തൊട്ടടുത്തൊരു ഗ്രൗണ്ടാണ്, അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ മറ്റേ അനൗൺസ് ചെയ്തിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അവരവിടെ നിന്ന് പോവാതെ ശബ്ദം പോവില്ല. എങ്കിലും ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്താണ് തിയേറ്റർ നഴ്സസ് ഉണ്ടായിരിക്കും അല്ലെ? ഓപ്പറേഷന്റെ 4 ഘട്ടങ്ങളിലായിട്ട് രോഗിയെ പരിചരിക്കുന്നതിനുള്ള ഒരു തിയേറ്റർ നഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ആരാണ് ഉണ്ടായിരിക്കുക? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് who shift patients between the ward and operating theatre. എന്താണ്? രോഗികളെ വാർഡിൽ നിന്നും തിയേറ്ററിലേക്കും തിയേറ്ററിൽ നിന്നും വാർഡിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നതിനായിട്ട് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? രോഗികളെ വാർഡുകളിലേക്കും തിയേറ്ററിലേക്കും മാറ്റുന്നതിനുള്ള തൊഴിലാളികൾ അല്ലെ, സ്റ്റാഫുകള് ഉണ്ടായിരിക്കും. തിയേറ്റർ സപ്പോർട്ടഡ് വർക്ക്സ് അല്ലെ, അറ്റൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സപ്പോർട്ടിംഗ് വോയിസസ് ഉണ്ടായിരിക്കുന്നതാണ്. Then cartographers to monitor the ECG machine. എന്താണ്? യെസ്, OR ടെക്നീഷ്യൻസ് കേട്ടോ. തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് എന്ന് പറയുന്ന ആരാണ്? OR ടെക്നീഷ്യൻസ് ആണ് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻസ്. Then cartographers to monitor the ECG machine. ECG machine മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരുണ്ടായിരിക്കും? കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും. ECG മെഷീൻ നിരീക്ഷിക്കാനായിട്ട് കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും. Then radiographers to take X-ray if they are required. Radiographers to take X-ray if they are required. എന്താണ്? ആവശ്യമെങ്കിൽ എക്സ്റേ എടുക്കുന്നതിനായിട്ട് റേഡിയോഗ്രാഫേഴ്സും ഉണ്ടായിരിക്കും. ആവശ്യമെങ്കിൽ ഇഫ് നെസസറി അല്ലെ, ആവശ്യമെങ്കിൽ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് റേഡിയോഗ്രാഫേഴ്സും ഉണ്ടായിരിക്കും. എന്നിട്ട് ഓക്കെ, യെസ്, ആരൊക്കെയാണ് തിയേറ്ററിലെ ഓപ്പറേറ്റിംഗ് തിയേറ്ററിലെ സ്റ്റാഫ്സ്? ആരൊക്കെയാണ്? ഏതൊക്കെ സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നത്? സർജൻസ് who perform the operation. ഓപ്പറേഷൻ ചെയ്യുന്ന സർജൻസ് ഉണ്ടായിരിക്കും. Then anesthesiast ഉണ്ടായിരിക്കും. Anesthesiast എന്തിനു വേണ്ടിയിട്ടാണ്? to restrain pain both before and during the operation. ഓപ്പറേഷന് മുമ്പും സമയത്തും വേദന നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യസ്റ്റ് ഉണ്ടായിരിക്കും. അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. Then തിയേറ്റർ നേഴ്സ് ഉണ്ടായിരിക്കും. ഓപ്പറേഷന്റെ 4 ഘട്ടങ്ങളിലും ആരാണ്? തിയേറ്റർ നേഴ്സുമാരുണ്ടായിരിക്കും. Then തിയേറ്റർ സപ്പോർട്ടിംഗ് വർക്കേഴ്സ് അല്ലെ, അറ്റൻഡേഴ്സുകൾ ഉണ്ടായിരിക്കും. ECG മെഷീൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാർഡിയോഗ്രാഫർമാരുണ്ടായിരിക്കും. Then എക്സ്റേ ആവശ്യമാവുന്ന സമയത്ത് റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും. ഇത്രയും പേരായിരിക്കും പ്രധാനമായിട്ടും തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ some of the staff who work in operating theatre consists of the following. ഏതൊക്കെ സ്റ്റാഫുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ക്ലിയർ ആണ്. പിന്നെ ഇത്ര മതിയില്ലേ? ഓക്കെ അല്ലേ? സംശയമുണ്ടോ എന്തെങ്കിലും? ഓക്കെ, ഓക്കെ, യെസ്, വേറെ സംശയമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.